ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദാ ആറാമത്തെ ദിവസം രാവിലെയാണ് നമ്മുടെ ഹാവ്ലോക്ക് ഐലൻഡിലെ ഇനി ഒരു വീഡിയോയും കൂടി ഉള്ളു കേട്ടോ. ഈ ഒരു സീരീസിൽ പെടുന്നത് ബുദ്ധിമുട്ടായവർ ക്ഷമിക്കണേ, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് അടിക്കാം, താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഇത് പറഞ്ഞത് ചിലപ്പം എല്ലാവരും മറന്നു പോകും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ റൂമിൽ നിന്ന് വേക്കൻറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ തുടക്കത്തിൽ കാണിച്ചപ്പോൾ തന്നെ നമ്മൾ കയറി വരുന്ന എൻട്രി തൊട്ട് ഫുള്ള് നമ്മൾ യൂസ് ചെയ്തിരുന്ന എല്ലാ ഭാഗവും ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടേതായിട്ടുള്ള വേസ്റ്റുകളോ അല്ലെങ്കിൽ അലന്നിടുകയോ അങ്ങനെയൊന്നുമില്ല. അവരെങ്ങനെയാണോ തന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ്റൂംസ് ആണെങ്കിലും നല്ല പ്രോപ്പർലി ക്ലീൻഡാണ്. ഇത് നമ്മൾ ഇന്നലെ രാധാനഗർ പോയപ്പം ഫോട്ടോയ്ക്ക് എടുത്തിട്ടുള്ള ആ ഒരു പൂവില്ലേ, അതൊക്കെയാണ്. അതൊരു ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ് ഞാൻ ഇന്നലെ വന്നിട്ട്. പക്ഷേ അത് അവരെന്തായാലും ഇന്ന് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ കളഞ്ഞോളും. അതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് തോന്നുന്നു അവർക്ക്. പിന്നെ ബാക്കിയെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തു, കറണ്ടൊക്കെ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ വെള്ളം കുടിച്ച കുറച്ച് ബോട്ടിൽസ് മാത്രമാണ് ഇവിടെ സൈഡിലിരിക്കുന്നത്. വേസ്റ്റൊക്കെ പ്രോപ്പർലി കെട്ടി വെച്ചു. അതായത് ഇത് വൃത്തിയാക്കാൻ വരുന്ന ഒരാൾക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പൊതുവേ പലരെയും കണ്ടിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ പലരും ചെയ്യുന്നതാണ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓർഗനൈസ്ഡ് ചെയ്ത് വെച്ച് കൊടുക്കും. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതിൽ. അതിന് മുമ്പ് ഇത് പറഞ്ഞോട്ടെ, നമ്മളിതാ വീടിൻ്റെ ചാവി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറണ്ടെല്ലാം പ്രോപ്പർലി ഓഫാകും. പിന്നെ നമ്മൾ വന്നിട്ട് പൂട്ടിയിട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇവിടെ വെച്ച് മറന്നോ എന്നറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി. അതല്ലാതെ ബാക്കിയെല്ലാം പ്രോപ്പർലി ക്ലീൻഡ് ആൻഡ് നമ്മൾ ഇത് ചെയ്തു കേട്ടോ. അതേപോലെ നമ്മൾ എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുമ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, കഴിച്ചതിന് ശേഷം പ്ലേറ്റുകളൊക്കെ അടുക്കി തിരിച്ച് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കൊടുക്കും. വേസ്റ്റൊക്കെ താഴെ ഒന്നും ഇടാതിരിക്കും, ടിഷ്യൂ പേപ്പറൊക്കെ അതിൽ തന്നെ ഇടും, ആ പ്ലേറ്റിൽ തന്നെ. അന്ന് ഒരു വൃത്തിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാത്ത രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്ര വൃത്തികേടാക്കി ഇട്ടാലും അത് അവരുടെ പണിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഫുഡൊന്നും മാക്സിമം വൃത്തികേടാക്കാതെ വെക്കുവാണെങ്കിൽ പൊതുവെ എല്ലാവരും പാക്ക് ചെയ്ത് എടുക്കലുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരത്തക്ക രീതിയിലൊന്നും മേടിക്കില്ല. എന്താണോ മേടിക്കുന്നത് തീർത്തിട്ട് വരും, അങ്ങനെയാണ് പതിവ്. അപ്പം നമ്മളല്ലാതെ വേറെ വലിയ വലിയ തിരക്കുള്ള ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ ഇല്ലേ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടോറീസിലാക്കി താലിക്കൊക്കെ കറി എടുത്ത് വെച്ചിരിക്കും. പക്ഷെ നമ്മൾ ഒരു താലി മേടിക്കുകയാണെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് എല്ലാ കറികളും ചിലപ്പോൾ എല്ലാവരും കൂട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നവർ ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഈ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് അവരെടുത്തുകൊണ്ട് പോകുമ്പം ആ ഒരു താലിയിലെ ഒരു കറി മാത്രം, അതായത് ഒരു കട്ടോറിയിലുള്ള കറി മാത്രം ഈ പർട്ടിക്കുലർ ആൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നേരെ അവരകത്തുള്ള അടുത്ത ഒരു പ്ലേറ്റ് അവർ അറേഞ്ച് ചെയ്യുമല്ലോ, അടുത്തൊരു താലി അറേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എടുത്ത് വെക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരാൾക്ക് സെർവ് ചെയ്തത് അയാളത് യൂസ് ചെയ്തില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഞാൻ കാർവാറിൽ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടുണ്ട്, ഗോകർണം ആ ഒരു സൈഡിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പും അതിന് ശേഷവും അത് റീസെൻ്റ്ലി ഞാൻ കണ്ടത് അവിടെയാണ്. പിന്നെ നമുക്കൊരു തോന്നൽ വരുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ റീയൂസ് ചെയ്യാതിരിക്കുക, ആർക്കും അങ്ങനെ കൊടുക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ കഴിച്ച എല്ലാ വേസ്റ്റും കൂടെ ഒരു പ്ലേറ്റിലിട്ട് അങ്ങ് വെക്കും. അപ്പോൾ അതിൽ പല വേസ്റ്റുകളുണ്ടാവും, അതപ്പോൾ ഒരിക്കലും റീയൂസ് ചെയ്യില്ല. കഴിക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കഴിക്കുക. അധികം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനൊക്കെ പെറ്റ്സ് ഫുഡ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്, അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഓഫർ ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക. കാരണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് വേസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ അതിൻ്റെ ഒരു ഉദ്ദേശം. നമ്മൾ പറ്റുന്നത് മാത്രം മേടിക്കുക, ഒട്ടും വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് വേറൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി കിട്ടാൻ പാടില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വേറൊരാൾക്ക് കിട്ടരുതെന്ന് ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായിരുന്നു. ചെക്കൗട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് അടുത്ത ഷിപ്പ് ഉള്ളത്. എങ്ങോട്ടേക്ക്? നമ്മൾ ഇനി പോകാൻ പോകുന്നത് നീൽ ഐലൻഡിലേക്കാണ്. അപ്പോൾ അത്രയും നേരം സമയമുണ്ട് നമുക്ക് വണ്ടി ഡ്രോപ്പ് ചെയ്യാനും, അത്രയും നേരം തന്നെ സമയമുണ്ട്. നമുക്ക് വണ്ടി തിരിച്ച് റീപ്ലേസ് ചെയ്യണമല്ലോ, അതിനും അത്രയും സമയമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്നറിയാവോ? തിരിച്ച് വീണ്ടും കലാപത്തർ ബീച്ചിലേക്ക് വരാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും സമയമുണ്ട്, അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഡേ ടൈമിൽ വേറൊരു കോസ്റ്റ്യൂമിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല മെമ്മറീസാണ് അവിടുത്തെ എല്ലാം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വിചാരിച്ചത് എന്താണെന്നറിയാമോ, നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ നോക്കിയത് ഓർമ്മയില്ലേ,
ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. അപ്പോൾ നമ്മൾ മേടിച്ചില്ലായിരുന്നു. ശംഭുവിന് കുറച്ച് കീ ചെയിനൊക്കെ മേടിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സിനുള്ള സാധനങ്ങൾ അങ്ങനെ മേടിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരെണ്ണം മേടിക്കാമെന്ന് കരുതി ഞാൻ ദാ ഈ ഒരു ഹാവ്ലോക്ക് ബീച്ചിൻ്റെത് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇനി നീലിൽ പോകുമ്പോൾ അവിടെ കാണുവാണെങ്കിൽ അങ്ങനെ മേടിക്കാം. അപ്പോൾ അങ്ങനെ ഏകദേശം ഉച്ചവരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് നമ്മളൊരു കരിക്കൊക്കെ കുടിച്ചു കേട്ടോ. കാരണം നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. കാരണം നീലിലേക്കല്ലേ പോകുന്നത്. അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടില്ല. നമ്മൾ രാവിലെ ആലു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹെവി ആയിരുന്നു. അന്നേരം തന്നെ വെറുതെ ഇരിക്കുമല്ലേ, പിന്നെ ഒരു കരിക്ക് കുടിച്ചപ്പോഴത്തേക്ക് അങ്ങ് അടിപൊളിയായി. അത് മതിയല്ലോ. അപ്പോൾ നല്ല ആദ്യം പുള്ളി എടുത്ത് തന്നപ്പോൾ ഒരു സുഖമില്ലായിരുന്നു. പിന്നെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തപ്പം നല്ല സുരുസുരു നല്ല നുരനുരയുള്ള കരിക്ക് കിട്ടി. അപ്പോൾ ശംഭൂട്ടൻ അതിനെ സ്പ്രൈറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ് കേട്ടോ. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര ഒത്തിരി വലുതായിരുന്നു, നമുക്കത് കുടിച്ച് തീർക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ശംഭുവും കൂടെ നമ്മുടെ കരിക്ക് ഷെയർ ചെയ്തു. പ്രജി ഒരു കരിക്ക് കുടിച്ചിട്ട് നമുക്ക് നേരെ എങ്ങോട്ട് പോവാം, ഷിപ്പിൽ കയറാൻ വേണ്ടി പോവാം. നമ്മൾ ഇങ്ങോട്ട് വന്നത് മാക്രൂസിലായിരുന്നെങ്കിൽ നമ്മൾ ഇനി നീലിലേക്ക് പോകുന്നത് നോട്ടിക്കയിലാണ്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഒരു പ്രൈവറ്റ്, ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ പ്രൈവറ്റ് ഷിപ്പ്. അതല്ലാത്ത ഗവൺമെൻറ് ഫെറീസൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വളരെ അഫോർഡബിളായിട്ട് പോയിട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷിപ്പിൽ കയറി. ഷിപ്പിനകത്ത് എങ്ങനെയാണോ നമ്മൾ ഫ്ലൈറ്റിൽ ആകാശത്തൂടെ പോകുന്നത് അതേപോലെ കടലിൽ കൂടെ പോകുന്ന ഒരു പരിപാടി എല്ലാവർക്കും അറിയാമല്ലോ. ഷിപ്പിൽ എല്ലാവരും കയറിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ കയറാത്തവർക്ക് ഷിപ്പിനകം കാണാനുള്ളൊരു അവസരമാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ലക്ഷറി ബസ്സിലൊക്കെ കയറിയ പോലെ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയ പോലെ, ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു എല്ലാവർക്കും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം വാഷ്റൂം, ടോയ്ലറ്റ്, കിച്ചൺ ഏരിയ, അതേപോലെ ടി വി ഏരിയ എല്ലാം കാണാനുള്ള സെറ്റപ്പെല്ലാം ഉള്ള നല്ലൊരു ഷിപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റീരിയർ ഉള്ളത് അതിൻ്റെത്. നോട്ടിക്കയുടെ ആയതുകൊണ്ട് അവരുടെ ഇങ്ങനെയാണുള്ളത്. നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അവരവരുടെ മെനു കാർഡോ അല്ലെങ്കിൽ അവരുടെ ബ്രോഷേഴ്സോ കൊണ്ട് തരുമ്പോൾ നമുക്ക് അവിടുന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുതരും. ഫ്ലൈറ്റിലെ പോലെ തന്നെ അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഗാർബേജ് എടുക്കാനും എല്ലാം വരും. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ബോട്ടിൽ പോകുന്നതും ഷിപ്പിൽ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെൻറ് ഫെറിയിലും ഇതിലും പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുലുക്കം കുറഞ്ഞിരിക്കും. സമാധാനപരമായിട്ട് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ നീൽ ഐലൻഡിലെത്തി. അവിടെ നമ്മൾ ബുക്ക് ചെയ്ത ഒരു റൂം ഇതാണ്. വളരെ ഒരു രാത്രി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നും വേണ്ട, ഒരു ഹാഷ് പുഷ് ടൈപ്പ് ഒന്നും വേണ്ട. സിമ്പിൾ. നമുക്കിപ്പം വൈകുന്നേരം നമ്മളിവിടെ എത്തി. ഉച്ചയ്ക്ക് ശേഷം 2:30, 3, 4 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമുക്ക് ഇന്ന് ലൈറ്റ് ഒന്ന് ഉറങ്ങണം. അതിന് വേണ്ടി മാത്രമുള്ളൊരു ആയതുകൊണ്ട് നമ്മളങ്ങനെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ടി വി എല്ലാം ഓണാക്കിയിട്ട് നമ്മൾ ന്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കുമായിരുന്നു. കാരണം 4-5 ദിവസമായിട്ട് ഞങ്ങൾ ഫുള്ളി ഔട്ട് ഓഫ് ദ യൂണിവേഴ്സ് ആയിട്ട് ആരോടും ഒരു കണക്ഷൻ ഇല്ലാണ്ട് ഫുള്ളി ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം നമ്മളിൽ തന്നെ എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കിത് കാണിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞൊരു വാഷ്റൂം. അങ്ങനെ അവിടുത്തെ അലമാര, അതായത് റാക്സൊക്കെ ഭയങ്കര വലുതായിരുന്നു. ശംഭൂട്ടിന് പോയിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവനിങ്ങനെ പറയുകയാണ്, അമ്മ ഞാൻ ഒളിച്ചിരിക്കാം, എന്നിട്ട് അമ്മ എന്നെ വന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവൻ തന്നെ കതവ് തുറന്ന് പുറത്തേക്ക് വരും. അതാണ് കേട്ടോ ഇവിടുത്തെ കളി. അപ്പോൾ പ്രജി അപ്പോൾ അവിടുന്ന് അയാളോട് സംസാരിച്ച് നോക്കുകയാണ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡിന് വല്ല ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ. അപ്പം ഓൾറെഡി 4 മണിയായി. എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ കുഞ്ഞിന് വിശക്കുമോ എന്നുള്ള ടെൻഷനുള്ളൂ. പ്രജിക്കും തീരെ വിശപ്പില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വിചാരിച്ചു ഒരു ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി പുറത്തേക്ക് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു വാഷേരിയുണ്ട്, പിന്നെ ഒരു വാഷ്റൂമുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു റൂമാണ്. അപ്പോൾ നമുക്ക് നാളെ ഒരു ദിവസം കൂടിയാണ് നമ്മളിവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ പുറത്തേക്ക് നമ്മുടെ പോർട്ട് ബ്ലെയറിലേക്ക് പോവാണ്. ശ്രീവിജയപുരത്തേക്ക് നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പം 4 മണിയല്ലേ ആയുള്ളൂ. ഇപ്പം ഇന്ന് നമുക്ക് സൺസെറ്റ് കാണാനൊക്കെ ഒന്ന് പോവാം, ഒന്ന് റൗണ്ട് അടിക്കണം. പക്ഷേ അതിന് വേണ്ടി നമുക്ക് 2 വീലർ വേണം. ഹാവ്ലോക്കിൽ വന്നപ്പോഴായിരുന്നെങ്കിൽ അപ്പം തന്നെ നമ്മൾ 2 വീലർ എടുത്തുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മളിവിടെ ഉച്ചയ്ക്ക് ശേഷം വന്നതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാവിലത്തെ ബോട്ടിലും ഷിപ്പിലും വന്നവരെല്ലാവരും അവിടെ ചെറിയൊരു ഐലൻഡ് അല്ലേ, അവിടെയുള്ള 2 വീലേഴ്സ് എല്ലാം എടുത്തിട്ട് പോയി. അതുകൊണ്ട് നമുക്ക് 2 വീലറൊന്നും കിട്ടിയില്ല. സോ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു 4:30 ആയപ്പോഴത്തേക്കും നമുക്ക് 2 വീലർ കിട്ടി. നമ്മളവിടെ മൊത്തം കറങ്ങി. അതാണ് ഈ ഒരു ദിവസം.